ഈ വീഡിയോയിൽ ഇസ്രായേൽ, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാവിയെ കൂടി തീരുമാനിക്കുന്ന വിഷയമാണ്. അപ്പോൾ അതാണ് ഞാൻ ഈ വിഷയം ഇവിടെ എടുത്ത് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതിനകത്ത് ഇസ്രായേൽ ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, തുർക്കി, അതുപോലെ തന്നെ ഈജിപ്റ്റ്, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന രീതിയിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നോക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് പറയാനുള്ള വിഷയം എന്താണെന്ന് പറഞ്ഞാൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഹെസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് 50 ഡ്രോൺ അയക്കുകയാണ്. ഡ്രോൺ വിത്ത് റോക്കറ്റ് സദൻ ഇസ്രായേലിൻ്റെ ഭാഗത്തേക്കാണ് അയക്കുന്നത്. അതെല്ലാം തന്നെ ഇസ്രായേൽ ഇൻ്റർസെപ്റ്റ് ചെയ്തു, ചിലതൊക്കെ ഡെഡ് ലാൻഡിൽ വീണു. പക്ഷേ അതേസമയം ഇസ്രായേൽ തിരിച്ചടിക്കുകയാണ്, ലെബനാനെ തിരിച്ചടിക്കുകയാണ്. ഏതാണ്ട് 48 അവേഴ്സിൽ 250 ടാർഗറ്റുകളാണ് അറ്റാക്ക് ചെയ്തത്. ഇതിനെ തുടർന്ന് അമേരിക്കയും ഇറാനും നടത്താനിരുന്ന ഡീല് വരെ നീക്കി വെക്കേണ്ട സാഹചര്യമുണ്ടായി. സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഞങ്ങൾ വീണ്ടും അടച്ചു പൂട്ടുന്നു എന്ന് ഇറാൻ അറിയിക്കുന്നു. അങ്ങനെ JD വാൻസ് വന്നിട്ട് അതിനെ തടയുന്നു. അങ്ങനെ പാകിസ്ഥാൻ പോയി സംസാരിക്കുന്നു. പിന്നെ ഇവരെല്ലാവരും കൂടി വീണ്ടും സ്വിറ്റ്സർലാൻഡിലേക്ക് ഒത്തുകൂടുന്നു. അവിടെ വെച്ചിട്ട് ടെക്നിക്കൽ ടോക്ക് നടത്തുന്നു. ഇതായിപ്പോൾ ഇന്ന് IAEAയുടെ പ്രതിനിധി ഇറാൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. എന്തിനാണ്? അതായത് എൻറിച്ച്ഡ് യുറേനിയം സൈറ്റുകൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ജിയോ പൊളിറ്റിക്കൽ അനാലിസിസ്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. ഇതുവരെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഏതാണ്ട് 55 കപ്പലുകൾ കടന്നു പോയിട്ടുണ്ട്. ചെറിയ കപ്പലുകൾക്ക് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ചെറിയ കപ്പലുകളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇന്ത്യയുടെ കപ്പലുകളും കടന്നു പോകുന്നുണ്ട്. ഇതുവരെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഏതെങ്കിലും ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടതായിട്ടുള്ള വാർത്തയൊന്നും വരുന്നില്ല. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഒരു വീഡിയോ ഇവിടെ വെക്കാം. ഇന്നലത്തെ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ഡേറ്റയാണിത്. കൃത്യമായിട്ട് കപ്പലുകളൊക്കെ പോകുന്നുണ്ട്. അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഒരു പ്രത്യേക റൂട്ട് ഇപ്പോൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് മൈനുകളില്ലാത്തൊരു റൂട്ട് അമേരിക്ക വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കപ്പലുകൾക്ക് പോവാം എന്നുള്ള നിർദ്ദേശവും അമേരിക്ക കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒമാൻ ത്രൂ ആ ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു റൂട്ടാണ്. കാരണം ഇപ്പോൾ ഏതായാലും 60 ദിവസത്തേക്ക് ടോളൊന്നും പിരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഇതിൽ വലിയ റോളില്ല. ടോള് പിരിച്ചാലല്ലേ ഇപ്പം മസ്റ്റായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ആ ഒരു കഷം ഐലൻഡ് വഴിയേ പോകാൻ പറ്റുള്ളൂ, എന്നാലേ അവർക്ക് ടോള് പിരിക്കാൻ പറ്റുള്ളൂ, ഇറാൻ്റെ ഇൻഷുറൻസ് വേണം, അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊന്നും ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെക്കുന്നില്ല. അമേരിക്ക ഒരു സെപ്പറേറ്റ് വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, മൈനുകളില്ലാത്ത റൂട്ട്, അതിലൂടെയാണ് കടന്നു പോകുന്നത്. അതേപോലെ അമേരിക്കയുടെ റീഫ്യൂവലിംഗ് ടാങ്കുകളൊക്കെ ഒരു 4 എണ്ണം സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഭാഗത്തുണ്ട്. അമേരിക്ക ഫുള്ളായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ നിന്ന് പോയിട്ടില്ല, അവരും സ്ട്രേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഭാഗത്തുണ്ട്. അവരിപ്പോൾ ഇറാൻ്റെ കപ്പലുകളൊന്നും അവർ തടയുന്നില്ല, ഇറാന് ഫുൾ ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് യുദ്ധം ഏതാണ്ട് അവസാനിച്ച മട്ടാണ്. ഇസ്രായേലും ഒരു പരിധിവരെ ലെബനൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി റീസണിന് വേണ്ടിയിട്ട് അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ അവർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തി ലെബനൻ ആർമിയുമായിട്ട് ചേർന്ന് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഹെസ്ബുള്ളയെ അവർ തീർച്ചയായിട്ടും അടിച്ചൊതുക്കും എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. ഇറാൻ ഒരു പരിധിവരെ അത് മനസ്സിലായിട്ടുമുണ്ട്. ഇറാൻ ഹിസ്ബുള്ളകളെ ലെബനൻ്റെ ഉള്ളിൽ ഒരു ലെവറേജായിട്ട് മാത്രമാണ് കണ്ടിരുന്നത്. അൻറ്റിൽ നെഗോസിയേഷൻ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകുന്നത് വരെ ഇറാൻ ഡിമാൻഡ് ചെയ്ത് നേടാൻ പറ്റുന്ന കാര്യങ്ങൾ അമേരിക്കയുടെ സൈഡിൽ നിന്നും നേടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഹെസ്ബുള്ള എന്നൊന്നും പറയില്ല. ഹെസ്ബുള്ള എടുത്ത് പറയും, നീ ഇച്ചിരി മാറി നിൽക്ക്, അറ്റാക്ക് ഒന്നും വേണ്ട, അടങ്ങി ഒതുങ്ങി സാധാരണ ലെബനാനിയെ പോലെ നടക്കുക, അങ്ങനത്തെ മെസ്സേജ് അവർ കൊടുക്കും. അതിനിപ്പം വൈകാതെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇനി രക്ഷയില്ല. പക്ഷേ ഇസ്രായേൽ ലെബനൻ ആർമിയോടൊപ്പം ചേർന്ന് ഹെസ്ബുള്ളകളെ തെരഞ്ഞു പിടിച്ച് അറ്റാക്ക് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് ഇടയ്ക്കും പിറക്കൊക്കെ ഇനി അവിടെ ഹെസ്ബുള്ള എലിമിനേറ്റഡ് എന്നുള്ള വാർത്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ബേസിക്കലി ആദ്യം ഇറാനെതിരായിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഇറാൻ ഒരു ഷിയ സെക്ട് രാജ്യമാണ്. അപ്പം സുന്നി സെക്ട് രാജ്യങ്ങളായിട്ടുള്ള സൗദി, കുവൈറ്റ്, ബഹ്റൈൻ, UAE ഇത്തരത്തിലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഇറാനെതിരായിരുന്നു പണ്ട്. ഇപ്പോഴല്ല, പണ്ട്. ഏതാണ്ട് സൗദി അറേബ്യ അബ്രഹാം അക്കോർഡിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന സമയത്താണ് അത് സഹിക്കാൻ പറ്റാതെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന സൗദി അറേബ്യ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലുമായിട്ട് അബ്രഹാം അക്കോർഡ് അതൊരിക്കലും പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹമാസിനെ വെച്ചിട്ട് ഒക്ടോബർ 7, 2023 ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ അറ്റാക്ക് നടത്തിയത്. അത് ശരിക്കും സൗദി ഇസ്രായേൽ ബന്ധത്തിനെ ടോപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് UAEക്കും സൗദി അറേബ്യയ്ക്കും ഇച്ചിരി അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ MBS എന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ സൽമാൻ, ശരിക്കും പറഞ്ഞാൽ MBZ എന്ന് പറയുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാനുമായിട്ട്
വളരെ അടുത്ത സുഹൃത്ത് ബന്ധമായിരുന്നു. സുഹൃത്ത് ബന്ധം എന്നതിലുപരി ഒരു ശിഷ്യനെ പോലെയായിരുന്നു. കംപ്ലീറ്റ് ഭരണപരമായിട്ടുള്ള, അതായത് ഈ അറബ് കിങ്ഡം, അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ടെക്നിക്കും പഠിപ്പിച്ചു കൊടുത്തത് MBZ ആണ്. MBZ മീൻസ് ഷെയ്ഖ് അൽ നഹ്യാൻ. ശരിക്കും ഗുരുതുല്യനാണ് MBSന്. പക്ഷേ MBSന് ഇപ്പം ഒരു ഈഗോ. അപ്പോൾ ആ ഈഗോ ശരിക്കും ഈ യമൻ വിഷയത്തിൽ തുടങ്ങിയതാണ്. UAE അവരുടെ സാന്നിധ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിലും പ്രത്യേകിച്ച് സുഡാൻ, സൊമാലിയ, യമൻ ഈ മേഖലകളിലൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് സൗദി അറേബ്യക്ക് താല്പര്യപ്പെടുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിൽ തുടങ്ങിയ വിഷയം. അതിന് മുമ്പ് തന്നെ MBSന് ഒരു തോന്നലുണ്ടായിരുന്നു, ദുബായ്ക്ക് ഈക്വലായിട്ട് റിയാദിനെ മാറ്റണം, റിയാദ് ഒരു വേൾഡ് ക്ലാസ് സിറ്റി ആയിട്ട്, ദുബായി മറികടക്കുന്ന ഒരു സിറ്റി ആയിട്ട് റിയാദ് മാറണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഉള്ള ആളാണ് MBS. അങ്ങനെയാണ് നിയോം പ്രോജക്റ്റ്, അതേപോലെ 2030 ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവന്നത്. പക്ഷേ ഇതെല്ലാം തന്നെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ 2026 കഴിയാൻ പോകുന്നു. ഇനി 4 വർഷം കൊണ്ട് ഇവരുടെ 2030 പ്രോജക്റ്റൊക്കെ ഇവർ റെഡിയാക്കി കൊണ്ടുവരുമോ? ഒരിക്കലും പറ്റത്തില്ല. 2030 ഇനി 2033 അല്ലെങ്കിൽ 2035 എന്നൊക്കെ ആക്കുമായിരിക്കും. നിയോം പ്രോജക്റ്റൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ മുടങ്ങി കിടക്കുകയാണ്. ഉദ്ദേശിച്ചത്ര ലെങ്ത്തിൽ പ്രോജക്റ്റ് ലൈൻ ഒന്നും നടത്താൻ പറ്റുന്നില്ല. അതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ഇത് തന്നെ ഉള്ളിൽ കിടന്ന ഒരു വെപ്രാളമായിട്ടും ഒരു ഈഗോ ആയിട്ടും ഒരു ഗ്രഡ്ജായിട്ടൊക്കെ മാറി. ദുബായോട് ഒരു അസൂയ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് യമനിൽ UAE പെർഫോം ചെയ്തത്. ആ പെർഫോമൻസിനെ കണ്ണും പൂട്ടി എതിർക്കുകയാണ് ചെയ്തത് MBS. അതുമാത്രമല്ല, ഈ പാകിസ്ഥാനെ കൊണ്ടുവന്നായിരുന്നല്ലോ, ഈ പാകിസ്ഥാനെ പ്രത്യേകിച്ച് സൗദി അറേബ്യ ഡിഫൻസ് പാക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് UAEക്കെതിരെയാണ്. അതാണ് മെയിനായിട്ടുള്ള കുത്തിത്തിരിപ്പ്. യമനിൽ UAE അനുകൂല സംഘടനകൾക്കെതിരെ പാകിസ്ഥാൻ അവിടെ പടപൊരുതിയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ സൗദി അറേബ്യയിലുമുണ്ട്, പാകിസ്ഥാൻ സോൾജേഴ്സ് യമനിലുമുണ്ട്, ഇപ്പോഴുമുണ്ട്. അതാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ ഇത് ശരിക്കും UAEക്കിട്ട് പാകിസ്ഥാൻ തിരിഞ്ഞു കൊത്തിയ കഥയാണിത്. UAEയുടെ സൈഡിൽ നിന്നൊക്കെ എത്ര രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോഴൊക്കെ ഓടി ഓടി ചെല്ലുക എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ സ്വഭാവം. എനിവേ ഇപ്പോൾ UAEയിൽ നിന്നും പാകിസ്ഥാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അതൊരു സൈഡിൽ പോട്ടെ. MBSനെയും UAEയുടെ ഭരണാധികാരിയും അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയും ഇസ്രായേലും മുന്നിട്ടിറങ്ങുന്നുണ്ട്. ഇപ്പം എന്തായാലും യുദ്ധം ഒരു പരിധിവരെ ഇപ്പോൾ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഇപ്പം ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ അവർ ഓക്കെയാണ്. അവർ ഉദ്ദേശിച്ച അത്രത്തോളം ഒരു റെജീം ചേഞ്ചൊക്കെ വരുത്തിക്കൊണ്ടുള്ളൊരു മാസ്സായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നടത്താൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം അവർക്ക് ഇറാനിട്ട് നടനം കൊടുക്കാൻ പറ്റി. അതിലവർ തൃപ്തരാണ്. അമേരിക്കയുടെ പുതിയ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ട്രഷറി ഓർഡറൊക്കെ വന്നതിന് ശേഷം ഇസ്രായേൽ കുറച്ച് ഓക്കെയാണ്. കാരണം അവർ കംപ്ലീറ്റ് ഇറാൻ്റെ ട്രാൻസാക്ഷൻസും അമേരിക്കയുടെ കീഴിലേക്ക് കൊണ്ടുവരാണ്, വെനിസുല മോഡലിൽ. അത് ഇസ്രായേലിന് ഇത്തിരി സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മറുപടി ഇറാൻ്റെ സൈഡിൽ നിന്ന് വരേണ്ടതുണ്ട്. അവർ വേണമെങ്കിൽ പുറമേ ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയുമായിരിക്കും. പക്ഷെ അവർ പരമാവധി അമേരിക്കയോട് ചേർന്ന് കച്ചവടം ചെയ്യാനുള്ള സാഹചര്യമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലാതെ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. പ്രധാനപ്പെട്ട വിഷയം ഈ MBSും UAE ഭരണാധികാരിയും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ്. ഇത് പരിഹരിക്കപ്പെടണം. പരിഹരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ വീണ്ടും ഒരു റിഫ്റ്റ് തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എക്കണോമിക് റിഫ്റ്റാണ്, അത് ട്രേഡ് റിഫ്റ്റാണ്. പ്രത്യേകിച്ച് ഇന്ത്യ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഇപ്പം I2U2 നിങ്ങൾ നോക്കൂ. I2U2 പദ്ധതിയിൽ ഇന്ത്യ, ഇസ്രായേൽ, അമേരിക്ക, UAE ഇവർ തമ്മിലുള്ള കോൺസെപ്റ്റ് എന്താണ്? I2U2ൻ്റെ കോൺസെപ്റ്റ് ട്രേഡ്, AI, ടെക്നോളജി, അതുപോലെ തന്നെ റിന്യൂവബിൾ എനർജി, സോളാർ പവർ, ഇതെല്ലാമാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രീൻ എനർജി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഇല്ല ഈ 4 രാജ്യങ്ങളും തമ്മിൽ. ഇസ്രായേലും UAEയും തമ്മിലുണ്ട്, ഇസ്രായേലും ഇന്ത്യയും തമ്മിലുണ്ട്, അമേരിക്കയും ഇസ്രായേലും തമ്മിലുണ്ട്. പക്ഷേ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് UAEയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ളൊരു പാക്റ്റ് ഇല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒരു ഡീൽ സൈൻ ചെയ്തത്, ഡിഫൻസ് ഡീൽ. അതുകൊണ്ടാണ് പെട്ടെന്ന് UAE ഭരണാധികാരി ഇന്ത്യയിലേക്ക് എത്തിയത്, സഡൻലി ഇന്ത്യയിലേക്ക് എത്തിയത്. ആ യാത്ര തന്നെ ഒരു ഡിപ്ലോമാറ്റിക് അതേപോലെ ഒരു ജിയോ പൊളിറ്റിക്കൽ മെസ്സേജ് ആയിരുന്നു. ആ ട്രാവലിംഗ് തന്നെ. ഇന്ത്യയും UAEയും തമ്മിൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ ആ സ്പോട്ടിൽ നടത്തിയ ഒരു യാത്ര, അത് ഒരു സിംബോളിക് ഡിപ്ലോമസി ആയിരുന്നു. അതായത് സൗദി അറേബ്യയ്ക്കും പാകിസ്ഥാനും എതിരെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരുന്നത്. കാരണം പാകിസ്ഥാൻ സൗദി അറേബ്യയോടൊപ്പം ഉണ്ടെങ്കിൽ ഇന്ത്യ UAEയോടൊപ്പം എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനാണ് യാത്ര നടത്തിയത്. അതാണ് അതിൻ്റെ മാക്സിമം ഡിപ്ലോമസി. ഇപ്പോൾ ഇവിടെ ഇന്ത്യ പ്രപ്പോസ് ചെയ്ത IMAC കോറിഡോർ അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം.
അപ്പം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറാൻ കംപ്ലീറ്റ്ലി അമേരിക്കയുടെ ചേരിയിലേക്ക് മാറുകയാണ്. ഇനിയിപ്പോൾ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഇറാനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് കുറച്ചു കാലത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഇറാൻ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇമീഡിയറ്റ് ആയിട്ട് ഒരു യുദ്ധം നടന്ന് ആ ഒരു എക്കണോമിക് ലോസ് ഒക്കെ ഒന്ന് നികന്ന് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ അടുത്ത് പോയിട്ട് നീ ബ്രിക്സിൽ വാ, അല്ലെങ്കിൽ നീ അമേരിക്കയിൽ പോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നതിൽ ഒരു ലോജിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ മാക്സിമം അമേരിക്കയോടൊപ്പം നിൽക്കുന്നത് പോലെ തന്നെ നിൽക്കും. എന്നാൽ അവർക്ക് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, പക്ഷേ ട്രാൻസാക്ഷൻസ് ഡോളറിലായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. സോ ഇറാൻ പഴയതുപോലെ ബ്ലാക്കിൽ എണ്ണ വിൽക്കുകയൊക്കെ ചെയ്യുമായിരിക്കും, കാരണം ചൈനയും അവർക്ക് വേണ്ടപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ മറ്റു മാർഗങ്ങളിലൂടെ എണ്ണ വിൽക്കാനുള്ള സാധ്യതയുമുണ്ട്, പക്ഷെ ഉടനെ ഉണ്ടാവില്ല. കാരണം ഇപ്പം അമേരിക്ക കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന് നോക്കും ഇവരെവിടെയൊക്കെ എണ്ണ വിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത്ര എളുപ്പമല്ല. അപ്പോൾ ഇവിടെ ആ സാഹചര്യത്തിൽ സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ, ഖത്തർ, ഈജിപ്തും കൂടി ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട് പാർഷ്യലി. ഒരു ബ്രദർഹുഡ് ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഒരു സെക്റ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ നിന്നും സൗദി അറേബ്യയെ സെപ്പറേറ്റ് ചെയ്യണം. ഈ ഗ്രൂപ്പിൽ നിന്നും സൗദി അറേബ്യയെ സെപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഐമാക് കോറിഡോർ ഇപ്പോൾ എതിലെയാണ് കടന്നു പോകുന്നത്? ഐമാക് കോറിഡോർ ഇന്ത്യ ടു UAE ത്രൂ, അവിടെ നിന്ന് എത്തിഹാദ് റെയിൽ ത്രൂ, അതുപോലെ തന്നെ ത്രൂ ഔട്ട് സൗദി അറേബ്യയിലൂടെ ജോർദാൻ, ഇസ്രായേലിൻ്റെ ഹൈഫ പോർട്ട്, അത് കഴിഞ്ഞിട്ട് ഇറ്റലി, അതുപോലെ ഗ്രീസ്, അതിലൂടെ യൂറോപ്പാണ് ലക്ഷ്യം വെക്കുന്നത്. യൂറോപ്പിൻ്റെ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് ഈ വർഷത്തെ അവസാനം നമ്മൾ റെഡിയാക്കി എടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ട്രേഡ് റൂട്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലൂടെ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ സ്കിപ്പാകുന്നത്. ഒന്ന്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് സ്കിപ്പാവും. രണ്ട്, തുർക്കി ഇതിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നുണ്ട്. തുർക്കിയുടെ കുത്തിത്തിരിപ്പാണെന്നെല്ലാം തന്നെ, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് MBSനെ കൃത്യമായിട്ട് ഈ ട്രാക്കിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരിക? ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാനുമായിട്ട് നല്ല രീതിയിലുള്ള ഡിഫൻസ് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്, പാകിസ്ഥാനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഇന്ത്യക്കുള്ളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് സൗദി അറേബ്യയെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പൊതുവിൽ ഇസ്രായേലും UAEയും കരുതുന്നത്. കാരണം എങ്ങനെയെങ്കിലും MBSനെ ഈ ചേരിയിൽ കൊണ്ടുവരണം. ഇപ്പോൾ MBSനെ ഈ ചേരിയിൽ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ പോയി സംസാരിച്ച MBS ഒന്നും വരത്തില്ല. പക്ഷേ ഇവർ ബദലായിട്ട് ഇന്ത്യ, ഇസ്രായേൽ, UAE ഈ മൂന്ന് രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് സൗദി അറേബ്യയുടെ MBS ഇങ്ങോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അങ്ങനെ ഒരു ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, ഒരു ഡിഫൻസ് ഡിറ്ററൻസ് UAE ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് സൗദി അറേബ്യയ്ക്ക് മുന്നിൽ. ആ ഒരു വിഷയത്തിൽ മാത്രമേ സൗദി അറേബ്യയെ മെരിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ പാകിസ്ഥാനുമായിട്ടൊരു ഡിഫൻസ് പാക്റ്റ് ഉണ്ട്. സോ UAE, ഇന്ത്യ, ഇസ്രായേൽ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് ഈ രീതിയിൽ വരികയാണ്. വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സൗദി അറേബ്യ ഇച്ചിരി വഴങ്ങാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും MBS ഇത്തിരി താല്പര്യമുള്ള കൂട്ടത്തിലാണ്. MBS ശരിക്കും ഈ ഐമാക് കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചേർന്ന് സഹകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പരമാവധി വിലയിരുത്തലുകൾ. അഥവാ വന്നില്ല എന്നുണ്ടെങ്കിൽ UAEയുമായിട്ട് ഇന്ത്യ ഡിഫൻസ് കരാറിലേക്ക് പോകും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ നാളെ ഉടനെ ഇന്ത്യ UAEയുമായിട്ട് ഡിഫൻസ് കരാറിലേക്ക് പോകുന്നല്ല. ഇപ്പം നിലവിൽ മിഡിൽ ഈസ്റ്റ് ഒന്ന് ശാന്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ UAE നെക്സ്റ്റ് ലെവൽ ആ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട്, എണ്ണക്കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് UAE ഒപ്പക്കിൽ നിന്നും പുറത്തു വന്നിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഇന്ത്യക്കുമുണ്ട്, UAEക്കുമുണ്ട്. UAE അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും. അതിലൂടെ ഏറ്റവും കൂടുതൽ എണ്ണ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് UAE മാറും. അതിലൂടെ രണ്ട് രാജ്യങ്ങളും ഫ്ലറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. UAEയും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ട്രേഡ് റുപ്പി ദർഹംസ് ട്രേഡാണ്. അവിടെ ഡോളറിൻ്റെ ഇമ്പോർട്ടൻസ് കുറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല പദ്ധതികളുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇതിനകത്ത് ചുരുക്കി പറഞ്ഞൊരു ഡിപ്ലോമസി എന്താണെന്ന് പറഞ്ഞാൽ, സൗദി അറേബ്യയെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്ത് ഈ ഐമാക് കോറിഡോറിലേക്ക് വീണ്ടും കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കും. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ UAEയുമായിട്ട് ഒരു ഡിഫൻസ് കരാറിലേക്ക് ഇന്ത്യ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ എന്തായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കിയത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.